ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ വിഷുവിൻ്റെ തലേ ദിവസത്തെ എൻ്റെ പർച്ചേസിങ്ങും കണിയൊരുക്കലിലേക്ക് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിരുന്നല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വിഷു കണിയുടെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ ഒരു 5:30 ആയപ്പം ഞാൻ അങ്ങനെ പൊതുവെ രാവിലെ എണീക്കുന്ന ഒരാളേ അല്ല. പക്ഷേ നമ്മുടെ വിഷുവല്ലേ, കണിയൊക്കെ കാണുന്നതുകൊണ്ട് ഞാൻ രാവിലെ ഒരു 5:30 എണീറ്റ് അങ്ങനെ കുളിച്ച് ഫ്രഷായി ഡൂഡുവിനെയും ചേട്ടനെയൊക്കെ വിളിച്ച് എണീപ്പിച്ച്. അമ്മ ഓൾറെഡി എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ അനിയനും ചേട്ടൻ്റെ ഒരു കസിൻ ഇവിടെയുണ്ട്. ആൾ ഒക്കെ എണീറ്റ് ഞങ്ങളെല്ലാവരൊക്കെ കണി കണ്ട്. പിന്നെ അതിനുശേഷം വിഷു കഴിഞ്ഞിട്ടൊക്കെ തന്നു. ചേട്ടൻ എനിക്ക് തന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡൂഡുവിനൊക്കെ കൊടുത്ത്. എല്ലാ വിഷുവിനും നമ്മൾ തൃപ്പൂണിത്തുറയിൽ പൂർണ്ണത്രയീശൻ്റെ അമ്പലത്തിൽ പോകാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ ചെന്നപ്പോൾ ഉണ്ട് നമ്മുടെ മുത്തൂറ്റിൻ്റെ ഒരു വിഷു കൈനീട്ടത്തിൻ്റെ ഒരു കോയിനൊക്കെ അവർ തന്നു. എന്തോ അവിടെ ഒരു ക്യാമ്പയിനിങ് സംഭവം എന്തോ ആണെന്ന് തോന്നുന്നു. നമ്മുടെ ഡീറ്റെയിൽസൊക്കെ വാങ്ങിച്ചിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് കയറാൻ നേരം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ദിവസം അത്യാവശ്യം സെലിബ്രിറ്റീസും അല്ലാതെ തൃപ്പൂണിത്തുറയുള്ള ഒട്ടുമിക്ക ആൾക്കാരും അമ്പലത്തിൽ വരാറുണ്ട് കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെയാണ് നമ്മുടെ രമേശ് പിഷാരടിനെയൊക്കെ കണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ അമ്പലത്തിലോട്ട് കയറിയപ്പോൾ തന്നെ നമ്മുടെ എഴുന്നള്ളിപ്പിൻ്റെ സമയമായിരുന്നു. അപ്പം അകത്തേക്ക് ഞങ്ങൾ ക്യൂവിൽ നിന്നില്ല. അതിന് മുന്നേ തന്നെ നമ്മളുടെ എഴുന്നള്ളിപ്പൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ നേരിട്ടെല്ലാം കണ്ടു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തൊഴുത് ഒരു വർഷത്തേക്കുള്ള എല്ലാ കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായി പോയിട്ട്. കാരണം ചെന്നപ്പോൾ തന്നെ ഇതായിരുന്നു. ഞങ്ങൾ കാര്യമായിട്ടൊക്കെ പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് പിന്നെ ആ ഒരു തിരക്കും ക്യൂ ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അകത്തേക്ക് കയറിയില്ല. പിന്നെ പുറത്ത് വലം വെച്ച് പ്രാർത്ഥിക്കാമെന്ന് ഓർത്തു. ഈ അമ്പലത്തിൻ്റെ ഈ ചുറ്റും ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ കാണുന്ന ഇതുണ്ടല്ലോ, ഉത്സവത്തിൻ്റെ സമയത്തൊക്കെ പൊതുവേ വർമ്മമാർ അങ്ങനെ ചില ഒരു പഴയ ആചാരപ്രകാരം ആൾക്കാരൊക്കെ ഇരുന്ന് കാണുന്ന സ്ഥലമാണ്. അപ്പം അമ്പലമായതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് വീഡിയോസൊന്നും എടുത്തില്ല. പുറത്തൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കൊക്കെ കുറച്ച് വീഡിയോസ് എടുത്തതാണ്. പിന്നെ ഈ അമ്പലവും പരിസരവും ഒക്കെ മേ ബി ഏതെങ്കിലുമൊക്കെ ഫോട്ടോഷൂട്ടിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. എൻ്റെ അല്ല. കാരണം ഈ ഒരു ലൊക്കേഷനും ആംബിയൻസും ഒക്കെ ആണെങ്കിൽ ഒരുപാട് പേര് ഈ സാരിയുടെ പരസ്യം അങ്ങനെയുള്ളതിനൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട്സ് ആക്കി എടുത്ത് ഇടുന്ന കണ്ടിട്ടുണ്ട് പൊതുവെ ഇൻസ്റ്റയിലൊക്കെ. പിന്നെ ഈ നമ്മുടെ അമ്പലത്തിൻ്റെ പുറകിൽ തന്നെ വേറെ അമ്പലവും കൂടി ഉണ്ട്. ഞങ്ങൾ അവിടെയും തൊഴുതു. പിന്നെ എപ്പോഴും തൃപ്പൂണിത്തുറ അമ്പലത്തിൽ വരുമ്പോൾ ഇവിടെയും തൊഴുതിട്ടാണ് നമ്മൾ പോകാറുള്ളത്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ നിന്ന് ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് കൈനീട്ടവും കിട്ടി. അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴാണ് ഇവിടെ ഊട്ടുപുരയിൽ അന്നദാനം പോലെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇഡലിയും സാമ്പാറും ഒക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ ചെന്നിട്ട് വേണം കുറച്ച് പാചക പരിപാടികളൊക്കെ ഉള്ളത്. വീട്ടിൽ വന്ന് കയറിയത് ഞാൻ നേരെ വിഷുക്കണിയാണ് കേട്ടോ നോക്കിയത്. നമ്മുടെ വെളിച്ചത്ത് എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് നോക്കി. അത് കഴിഞ്ഞ് ഞാൻ വെറുതെ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ ഇരുന്നു. പിന്നെ അനിയൻ്റെ ഓഫീസിലും വിഷു ആഘോഷമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് കിട്ടിയ കുറച്ച് പൂവൊക്കെ ആൾ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി. പിന്നെ പായസമൊക്കെ ആണെങ്കിൽ ഞാൻ പായസത്തിൻ്റെ ഏരിയയാണ് കുറച്ചൊക്കെ ചെയ്തത് കേട്ടോ. ബാക്കി കറികളൊക്കെ അമ്മയാണ് ഉണ്ടാക്കിയത്. ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് കറികളൊക്കെ ഒന്ന് അടുപ്പിച്ച് വിളക്കത്ത് വെക്കാനായിട്ടുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി. വിളമ്പാനൊക്കെ ഡൂഡുവിന് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആളുടെ കയ്യിൽ ഒത്തിരിയൊക്കെ വിളമ്പാനുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് ഓരോന്നും കയ്യിലടുപ്പിച്ച് കൊടുത്തു. ഇതാണ് കേട്ടോ അനിയൻ, ബ്രിജിത്ത് ലാൽ എന്നാണ് ആളുടെ പേര്. ഞങ്ങൾ ലാലേ എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കറിയൊക്കെ ഓരോന്നൊക്കെ വിളമ്പി. പിന്നെ ചേട്ടൻ്റെ കസിൻ പറഞ്ഞില്ല, ആളാണ് നിൽക്കുന്നത് കേട്ടോ. ആൾ ഇവിടെ ഒരു മാസത്തേക്ക് ഉണ്ടാവും ഞങ്ങളുടെ കൂടെ. പിന്നെ ചോറൊക്കെ വിളമ്പി. വിഷുവിനോ അല്ലെങ്കിൽ എന്ത് ആഘോഷമാണെങ്കിലും ഞങ്ങൾ വിളക്കത്ത് വെക്കുന്നത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അധികം കറികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അമ്മയ്ക്ക് ഇപ്രാവശ്യം ഒരു മരണമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വളരെ കുറച്ച് രീതിയിലാണ് ഞങ്ങൾ വിഷു ആഘോഷിച്ചത്. അപ്പോഴത്തേക്കും ചേട്ടൻ്റെ ഒരു ഫ്രണ്ട്, വളരെ ക്ലോസ് ഫ്രണ്ട് JK, അപ്പോൾ ആൾ പുറത്ത് വന്ന ഒരു വർത്താനമൊക്കെ പറഞ്ഞ് അപ്പം ഏകദേശം ഞങ്ങൾ ചോറൊക്കെ വിളമ്പി കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ വീട്ടിൽ കിങ്ങിണി അനിയത്തി വന്നിട്ടുണ്ട്. ഞാൻ കുറേ നാളുകൂടി വീഡിയോ ഇടുന്നതുകൊണ്ടാണ് കേട്ടോ ഓരോരുത്തരുടെ പേരും ഇതൊക്കെ പറയുന്നത്. അപ്പോൾ കിങ്ങിണിയും വിഷ്ണുവും വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഉള്ളപ്പോഴത്തേക്ക് വീട്ടിൽ പോകാനായിട്ട് ഭയങ്കര ഒരു ആഘോഷമാണ്. ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് എപ്പോഴും വണ്ടിയിലൊരു പാട്ട് കാണും. അപ്പം എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്പൊക്കെ ഇട്ടും വർത്താനമൊക്കെ പറഞ്ഞായിരിക്കും ഞങ്ങൾ മിക്കപ്പോഴും പോകുന്നത്. ഇങ്ങനെ യാത്രയിൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്.
അപ്പം അങ്ങനെ ഇതെത്തിയപ്പം കടുത്തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത് ഞങ്ങളുടെ കല്യാണം നടന്ന ഓഡിറ്റോറിയമാണ് കേട്ടോ. ഇത് വർഷങ്ങൾക്ക് ഒരു 10 വർഷം ബാക്ക്. എനിക്ക് തൃപ്പൂണിത്തുറയിൽ നിന്നൊരു ഹാർഡ്ലി 1 ഹവറാണ് കേട്ടോ എൻ്റെ വീട്ടിലോട്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് എൻ്റെ വീട്ടിലോട്ട് വരും, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും പോകാറുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ അച്ഛൻ്റെ അനിയൻ്റെ വീട്. അപ്പം നമ്മളിത് വീട്ടിലെത്തി. നേരെ ഫ്രണ്ടിലൊരു പള്ളിയുണ്ട്. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്ത് എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. വണ്ടിയുടെ ഞങ്ങളിവിടെ എത്തുമ്പോൾ ഒരു ഹോൺ അടിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ എത്തിന്ന് ഏകദേശം ഇത് കിട്ടുമ്പോൾ ആദ്യം അച്ഛനും അമ്മയും ഓടി വരും. ഡൂഡുവിനെ പോയി എടുക്കാനും ആദ്യം സ്നേഹിക്കാനും ഉള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് അവർക്ക്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ അച്ഛൻ വീടിൻ്റെ വാതിൽക്കൽ ഇരിക്കുന്നുണ്ട്. അനിയത്തിക്ക് ഇങ്ങനെയുണ്ട്. രണ്ടുപേരും അവനെ വെയിറ്റ് ചെയ്തിരിക്കും. ഇങ്ങനെയും ഡൂഡും നേരിട്ട് കാണുമ്പോൾ എപ്പോഴും പൂരം ഉടക്കാണ് കേട്ടോ. എന്നാൽ വലിയ സ്നേഹമാണ്. ഉടക്കം എന്ന് പറഞ്ഞാൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ ചെന്ന് തോണ്ടും, ഇവളങ്ങോട്ട് തോണ്ടും, അതൊക്കെ തന്നെ. അപ്പോൾ അമ്മ വന്നിട്ടുണ്ട്. നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ് ഡൂഡിനെ കണ്ടതിന്. അവനെ എടുക്കാനൊക്കെ കുറച്ച് ട്രൈ ചെയ്തു. പക്ഷേ അവിടെ അമ്മയുടെ മൈൻഡിൽ ഇപ്പോഴും അവൻ ഒരു കൊച്ചുകുട്ടി എന്നുള്ളൊരു തോന്നലാണ്. അപ്പം ഞങ്ങളിത് ഈ വീടിനകത്തോട്ട് കയറിയപ്പോൾ ഉണ്ട് വിഷ്ണു വന്നു. ആദ്യം ചേട്ടനും വിഷ്ണുവിനോട് ആദ്യം കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ഹബീബി ബന്ധമാണ് കേട്ടോ. അവർ രണ്ടുപേരും ഏകദേശം സെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പൊതുവേ നമുക്ക് വീട്ടിൽ ചെന്ന് കഴിയുമ്പം മിണ്ടാനായിട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറയാനോ ഉള്ള ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഓപ്പണാണ്. ഇനി അങ്ങോട്ട് കുറച്ച് നേരം വിഷു കൈനീട്ടം കൊടുക്കലും വാങ്ങലും ഒക്കെയാണ് കേട്ടോ. ഇതൊരു സൈക്ലിക് പ്രോസസ്സ് പോലെയായിരുന്നു. അമ്മ എല്ലാവർക്കും തന്നു, അച്ഛൻ എല്ലാവർക്കും തന്നു, പിന്നെ ഞാൻ എല്ലാവർക്കും കൊടുത്തു, ചേട്ടൻ എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൈനീട്ടം കൊടുത്ത് കളിച്ചു. അവസാനം ഞങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷനായി. അതിൻ്റെ ഇടയ്ക്കൂടെ ഡൂഡും മേമയും കൂടി കേനിയും കൂടി അടിപിടിയൊക്കെ കൂടുന്നുണ്ട്. അപ്പോൾ ഈ കൈനീട്ടെല്ലാം കൊടുത്ത് ഇനി ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ പോകുന്നതാണ് ഓർക്കുന്നത് കേട്ടോ. അതുപോലെ ഇവിടെ നിന്നും സദ്യ കഴിച്ചിട്ട് എന്തായാലും ഞാൻ പോകുള്ളൂ. ഇവിടെ സൂചി ഗോതമ്പ് പായസവും പാൽപ്പായസവും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്ന് കൈനീട്ടമൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ചോറൊക്കെ ഉണ്ട്. കുറച്ച് വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് ഉടനെ തന്നെ ഇറങ്ങി. അതുകൊണ്ട് കുറച്ച് ചോറൊക്കെ കഴിച്ചു. പായസം പിന്നെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് പായസവും പഴമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇറങ്ങിയത്. പിന്നെ കുറച്ച് നല്ല ഉറക്കക്ഷീണം കുറച്ചധികം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കിടന്ന് മയങ്ങി. അങ്ങനെ ഞങ്ങളുടെ വിഷു കൈനീട്ടം കൊടുക്കലൊരു വളരെ ലെങ്തി പ്രോസസ്സായിപ്പോയി കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കവറൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് വന്നു, ഞങ്ങളുടെ അടുത്തോട്ട് വന്നു. അപ്പം എനിക്ക് ഈ കവറിനകത്ത് എന്താണെന്ന് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അവിടെ കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ തന്നു. നേരെ ചേട്ടനയിലോട്ടാണ് കൊടുത്തത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്മയുടെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 23 കിലോമീറ്ററൊക്കെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അധികം സമയമില്ലാണ്ട് തന്നെ എത്തുകയും ചെയ്യും. അപ്പോൾ ഞങ്ങൾ വയ്യെ ഞങ്ങൾ വരുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, സർപ്രൈസായിട്ടോ എന്നോർത്തു. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അമ്മാവനും അമ്മായിയും 2 കുട്ടികളും അമ്മായിയുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ഈ അമ്മയുടെ വീട്ടിൽ പോകുകയെന്ന് പറയുന്നത് അന്നും ഇന്നും ഒരേ ഫീലിങ്സും നൊസ്റ്റാൾജിയാണ് എനിക്ക്. കാരണം ഞാൻ വെക്കേഷൻ ടൈമിൽ അമ്മായിയുടെ അടുത്ത് പോയി നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ഫുഡ് ഐറ്റംസ് അമ്മായി ഉണ്ടാക്കി തരും കേട്ടോ. അമ്മായിക്ക് പൊതുവെ എല്ലാവരെയും കഴിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ചെന്ന് നിന്നാൽ ഒരു 2-3 കിലോയെങ്കിലും കൂടാണ്ട് തിരിച്ചു പോരാൻ പറ്റില്ല. വന്ന് കയറിയത് അമ്മയുടെ മെയിൻ ടാസ്ക് തുടങ്ങി കേട്ടോ, പായസം കുടിക്കൽ. അതൊരു വീക്ക്നെസ് അമ്മയ്ക്ക്, പായസം എന്ന് പറയുന്നത്. അപ്പം മധുരമൊക്കെ കഴിച്ച് അപ്പം നേരെ പറഞ്ഞ പോലെ തന്നെ അടുക്കളയിലോട്ടൊക്കെ കയറി എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളതെന്നൊക്കെ ഒന്ന് നോക്കി. അപ്പം മാലു ഉണ്ടായിരുന്നു കേട്ടോ. മാലു ബാംഗ്ലൂരാണ് പഠിക്കണേ. അവൾ വെക്കേഷന് വന്നതാണ്. പിന്നെ ഈ വരുന്നതാണ് കേട്ടോ അമ്മയുടെ ബ്രദർ വണ്ണാനുള്ളി അമ്മാവൻ. പിന്നെ ഇവർ പറഞ്ഞ പോലെ ചേട്ടനും അനിയനും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുക, അവരവരുടേതായ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത് എന്ത് പരിപാടി വേണമെന്ന്. അപ്പോഴാണ് ദേ ഇരിക്കുന്നു മൈ ഫാദർജി. അപ്പം ഞാൻ പോയി വെറുതെ ഓരോ കൊച്ചു വർത്താനമൊക്കെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ശ്രീകുട്ടൻ, അമ്മാവൻ്റെ മോനാണ്, അവനും അവൻ്റെ ഫ്രണ്ട് ഫിലിപ്പും കൂടെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ വീണ്ടും ഒരു വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡൂഡിൻ്റെ പുറകെയും മാലുവിൻ്റെ പുറകെയും കിങ്ങിനിയുടെയൊക്കെ പുറകെ. ഇത് ഒരു പ്രത്യേക ഇനം ഡാൻസാണ് കേട്ടോ. ഇവളെപ്പോഴും ഇങ്ങനെയാണ്. വലിയ ശരീരവും വളരെ കുഞ്ഞു മനസ്സുള്ളൊരു വ്യക്തിയാണ്. വളരെ ഫ്രീ ആണ്. അപ്പോൾ ആളിങ്ങനെ എപ്പോഴും ശ്രീകുട്ടൻ്റെ മാലുവിൻ്റെ കൂടെ ഇങ്ങനെ നടക്കും. അപ്പോഴാണ് ഡൂഡുവിന് ഈ വണ്ടി കണ്ടത്.
ഇത് ഒരുപാട് വർഷം ആയിട്ട് അമ്മാവൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന വണ്ടിയാണ് കേട്ടോ ഒമ്നി. അപ്പോൾ ഇപ്പോൾ ശ്രീകുട്ടനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ മാലു. അമ്മായിക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ, ശ്രീജാസ് മ്യൂസിക്കൽ വേൾഡ്. അതിലിപ്പോൾ നല്ല ആക്റ്റീവാണ്. അപ്പം ഇനി അടുത്തത് ഒരു ഷെഫ് ആയതുകൊണ്ട് തന്നെ എവിടെ ചെന്നാലും ആ ഒരു പണി കണ്ടിന്യൂ ചെയ്യുമെന്ന് പറയുന്ന പോലെ വിഷ്ണു ഗ്രിൽ ചെയ്യാനായിട്ടുള്ള സെറ്റിങ്സൊക്കെയാണ്. അപ്പോൾ ഞാൻ വന്നപ്പം ചേട്ടനോട് ഫോണൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. ഡൂഡു ഈ വണ്ടിയുടെ ചോട്ടിൽ നിന്ന് മാറിയിട്ടേ ഇല്ല. അപ്പം അങ്ങനെ ഓരോന്നൊക്കെ സെറ്റാക്കി ആ ഗ്രില്ലിനുള്ള ചിക്കനൊക്കെ ഒരു മാരിനേറ്റ് ചെയ്തു. ഒരു അന്നേരം ഒന്ന് പുറത്ത് പോയി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഈ കനലൊക്കെ കത്തിച്ച് സെറ്റാക്കി. അങ്ങനെ നമ്മൾ ഈ ചിക്കനൊക്കെ ഓരോന്നോരോന്ന് നമ്മളല്ല കേട്ടോ, വിഷ്ണു ആളാണിത് മുഴുവൻ പണിയും ചെയ്തത്. അപ്പം ഹെൽപ്പറായിട്ട് ഇത് സൈഡിൽ ചേട്ടൻ തന്നെ ഉണ്ടായിരുന്നു. അവരെപ്പോഴും ഇങ്ങനെ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോരോ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നോളൂ. അപ്പം അമ്മാവനും കിരുന്ന് വർത്താനം വന്നത് വേറൊന്നുമല്ല, അമ്മാവൻ്റെ ഒരു പെറ്റുണ്ട് പൂച്ച, അതിൻ്റെ വിശേഷങ്ങളായി പറയുന്നത്. അപ്പോൾ കിങ്ങനും മാലും കൂടി ഇരുന്ന് ചപ്പാത്തി ചൂടാൻ തുടങ്ങി. പെട്ടെന്ന് ഈ കനലിൽ ചൂടുള്ളതുകൊണ്ട് തന്നെ സംഭവം പെട്ടെന്ന് തന്നെ അങ്ങോട്ട് റെഡി ആയിട്ടോ. സാധാരണ നമുക്ക് ആ കല്ലിലിട്ട് ഇതാക്കേണ്ട ടൈമേ വേണ്ടി വന്നില്ല. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, വെറുതെ പറയല്ല, നന്നായിരുന്നു. അപ്പോൾ അമ്മായിക്ക് ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്ന് അവരെന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ടൈമായപ്പോൾ തന്നെ ഒരു 11:30 കഴിഞ്ഞു. നമുക്ക് തൃപ്പൂണിത്തുറയിൽ എത്തേണ്ടതുകൊണ്ട് നമ്മളൊരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാം വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ടാറ്റ ബൈ ബൈ പറയുന്ന സീനാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ മറ്റൊരു വിഷയവും കൂടെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരാം കേട്ടോ. എല്ലാവർക്കും ബൈ.